പ്രിയരെ, മംഗളവർത്തക്കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് എന്ന്. മംഗളവർത്തക്കാലത്തിൽ മംഗളകരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് ഈ ആരാധന ക്രമ മത്സരത്തിൽ നടത്തുന്ന എല്ലാ വായനകളിൽ നിന്ന് മനസ്സിലാകാം. അതുകൊണ്ട് ഏറ്റവും മംഗളകരമായ ഈ മംഗളവർത്തക്കാലത്തിലെ സംഭവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുനാഥന്റെ മനുഷ്യ അവതാരം, കന്യകാ മറിയത്തിൽ നിന്നും യേശുനാഥൻ മനുഷ്യനായി അവതരിച്ച ക്രിസ്തുമസ്. ആ ക്രിസ്തുമസിന് വേണ്ടി നാം ഒരുങ്ങുകയാണ്. ഇന്ന് ഈ മംഗളവർത്തക്കാലം രണ്ടാമത്തെ ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ ചിന്തയ്ക്കാൻ നൽകുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. ആ വചനം തുടങ്ങുന്നത് പ്രകാരമാണ്: 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു എന്ന്. ആരുടെ 6-ാം മാസം? എന്തിന്റെ 6-ാം മാസം? കഴിഞ്ഞ ആഴ്ച നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിൽ സക്കറിയ പുരോഹിതന്റെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ വന്ന് എലിസബത്തിൽ ഒരു പുത്രൻ നിനക്ക് ജനിക്കുമെന്ന് അറിയിച്ചതിന്റെ 6-ാം മാസം, അതായത് എലിസബത്ത് അമ്മ ഗർഭിണിയായതിന്റെ 6-ാം മാസമാണ് 6-ാം മാസം എന്ന് ഈ തിരുവചനം തുടങ്ങുന്നതിന് കാരണം. മറിയത്തിന്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് അറിയിക്കുകയാണ്, ഇപ്രകാരം അഭിസംബോധന ചെയ്യുകയാണ്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് മറിയം അസ്വസ്ഥയായി. ദൈവകൃപ നിറഞ്ഞവൾ. ഗബ്രിയേൽ ദൂതൻ പറയാണ്, ദൈവസന്നിധിയിൽ നിന്ന് കൃപ കണ്ടെത്തിയിരിക്കുന്നു. തുടരുകയാണ് ഗബ്രിയേൽ മാലാഖ: നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണമെന്ന്, അവൻ വലിയവനായിരിക്കുമെന്ന്. മറിയം അസ്വസ്ഥയായി. കാരണം അവൾ ഒരു ചെറിയ പെൺകുട്ടിയാണ്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫുമായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നവളാണ്. അവരുമായിട്ട് വിവാഹം ചെയ്തിരിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയാകുമെന്നൊരവസ്ഥ ഏതൊരു പെൺകുട്ടിയെയാണ് അസ്വസ്ഥപ്പെടുത്താറ്? വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകുന്നൊരവസ്ഥ ഏതൊരു പെൺകുട്ടിയെയും അസ്വസ്ഥയാക്കും. അതെങ്ങനെ സംഭവിക്കും? മറിയം ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കും? കാരണം നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നത് 22-ാം അധ്യായം 23-ാം വാക്യം: വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. വിവാഹത്തിന് മുമ്പ് സ്ത്രീ ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് നിയമാവർത്തന പുസ്തകത്തിൽ അവൾ വായിച്ചിട്ടുണ്ട്, അവൾക്കറിയാം. അതുകൊണ്ടാണ് അവൾ പറയാ, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അവൾ അസ്വസ്ഥയാകുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും എന്ന്. ഈ കഴിഞ്ഞ ദിവസം റിലീസായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത മമ്മൂട്ടിയെ പ്രതിനായകനും വിനായകൻ എന്ന നടനെ നായകനുമായിട്ട് ഒരു സിനിമ, കലിങ്കാവൽ എന്ന സിനിമ, അത് ഫസ്റ്റ് ദിവസം തന്നെ 14 കോടി ആഗോള ബോക്സ് ഓഫീസിൽ കളക്ഷൻ ലഭിച്ചു എന്നാണ് പറയുക ആ പടത്തിന്. ആ പടത്തിൽ മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി തിന്മയുടെ അന്ധകാരത്തിന്റെ ഒരു പൈശാചിക രൂപം സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ്. അത്രയും മോശമായി തീരുന്ന ഒരവസ്ഥ. ആ സിനിമ കണ്ട് പുറത്തിറങ്ങിയ പലരും ചോദിക്കുകയാണ്, മമ്മൂട്ടിയുടെ ആരാധകർ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഈ മഹാനടൻ ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. പ്രിയരെ, ആ സിനിമയിലൂടെ ഇപ്രകാരമുള്ള ഒരു സംഭവം, ഇപ്രകാരമുള്ള കാര്യങ്ങൾ ലോകത്തിൽ നടമാറുന്നതിന് ചിത്രീകരിക്കുകയാണ് ജിതിൻ കെ ജോസ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന്, ഈ മഹാനടനോട് ഇപ്രകാരം ചീത്തയായ തിന്മയുടെ സംഭവം എങ്ങനെ ഉണ്ടാകുമെന്ന്. എന്നാൽ ആ ചോദ്യമല്ല അവിടെ നമ്മെ വീവെടുത്ത ചോദ്യം. പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. അവിടെയാണ് പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ ഇപ്രകാരം ഉത്തരം പറയുക: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവത്തിൽ നിന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവഹിതം പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലാണെന്ന് മറിയത്തെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. വീണ്ടും അവിടെ നിന്നൊരു ഉത്തരവിന് കൊടുക്കുകയാണ്: ഇതാ വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന എലിസ്വാമിക്ക് ഇത് 6-ാം മാസമാണ്. വൃദ്ധയായ വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന എലിസ്വാമിക്ക് 6-ാം മാസമാണ് എന്ന്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഗബ്രിയേൽ മാലാഖ അവളെ അറിയിക്കുകയാണ്. അപ്പോൾ ദൈവഹിതം എന്താണ് പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാക്കി. കാരണം അവൾ ദൈവകൃപ നിറഞ്ഞവളാണ്.
ആ ദൈവകൃപ നിറഞ്ഞവർക്ക് ദൈവഹിതം തന്നിലൂടെ പൂർത്തിയാകേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതാ കർത്താവ് ദാസി നിന്റെ ഇഷ്ടം പോലെ എന്ന് യേശു പറയാൻ ദൈവഹിതത്തിന്. പ്രിയരെ, നമുക്കും ദൈവഹിതം എന്താണെന്ന് അറിയാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ നിറവേറുന്ന ദൈവിക പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് നാം കാതോർക്കാം. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് നാം ദൈവകൃപ നിറഞ്ഞവരാകണം. അപ്രകാരം ദൈവകൃപ നിറഞ്ഞവരായി ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞ് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതാ കർത്താവിൻ ദാസി, ഇതാ ഞാൻ, ഇതാ ദൈവഹിതം എന്നിൽ നിറവേറട്ടെ. കർത്താവിൻ ദാസി, ദാസൻ എന്ന് പറയാനുള്ള വിനയത്തിന് വേണ്ടി, എളിമയ്ക്ക് വേണ്ടി, വിശ്വാസ നിറവിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.